ഹലോ എവരിവൺ, ഷെറാസ് ഫുഡ് ഹബിലെ ഒരു കിടുക്കൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സോസേജ് പെപ്പർ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കും നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർക്കാം. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതും കൂടെ മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ഒരു ഹാഫ് ഓനിയൻ ഒന്ന് ചെറുതായി അരിഞ്ഞതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് അങ്ങനെ തന്നെ സ്റ്റൗവിൽ ചെറിയ ഫ്ലെയിമിൽ കിടക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ സോസേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 5 പീസ് സോസേജ് എടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ സോസേജാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇടുക. നമ്മുടെ പാന് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുക്കാവും, പക്ഷേ അതൊരു ഫ്രൈ രൂപത്തിലായി കിട്ടില്ല. അതുകൊണ്ടാണ് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി നമ്മുടെ സോസേജ് പെപ്പർ ഫ്രൈ അത്യാവശ്യം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സോസേജ് പെപ്പർ ഫ്രൈ ഇതവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൗത്ത് ഇന്ത്യൻ ഡിഷും കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നാട്ടിലൊക്കെ എന്തായാലും അവൈലബിൾ ആയിരിക്കും ഈ ഒരു സോസേജ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഷെറാസ് ഫുഡ് ഹബിൽ വീണ്ടും കാണാം. താങ്ക്